ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ 5ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ്ഹിലെ അദ്ദറസു സാനി അഷറ 12ാമത്തെ പാഠവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. തഖൂമു മഖാമ റകഅത്തൈനി, 2 റകഅത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. എന്താണ്? ജുമുഅയെ കുറിച്ചാണ് നമുക്കിതിൽ മനസ്സിലാക്കാനുള്ളത്. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, വലിയവർക്കും ഇത് മനസ്സിലാക്കാവുന്ന പാഠഭാഗമാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് ഈ ബോക്സ് വായിക്കാം. വെള്ളിയാഴ്ച ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചത് അന്നാണ്. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ വഫാത്തും വെള്ളിയാഴ്ചയാണ്. ഒരു വെള്ളിയാഴ്ചയാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക. നിങ്ങൾ വെള്ളിയാഴ്ച എനിക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കണം. നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് കാണിക്കുന്നതാണ്. വെള്ളിയാഴ്ചയുടെ മഹത്വം പറയുന്ന ഹദീസ് ഓർത്തുകൊണ്ട് അബൂബക്കർ മസ്ജിദിലേക്ക് നടന്നു. അവൻ നേരത്തെ മസ്ജിദിലെത്തി. അപ്പോൾ വെള്ളിയാഴ്ചയുടെ മഹത്വത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വെള്ളിയാഴ്ച ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പും വഫാത്തും ഒക്കെ വെള്ളിയാഴ്ചയാണ്. ഖിയാമത്ത് നാൾ ഉണ്ടാകുന്നതും വെള്ളിയാഴ്ചയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിക്കുന്നതാണ് എന്നൊക്കെ വെള്ളിയാഴ്ചയെക്കുറിച്ച് എഴുതാനൊക്കെ വന്നാൽ ഇത്രയും ഭാഗങ്ങളൊക്കെ ചേർത്ത് എഴുതാം. ഇനി നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം. ജുമുഅയുടെ ആദ്യത്തെ അദാൻ മുഴങ്ങി. എല്ലാവരും സുന്നത്ത് നിസ്കരിച്ചു. മുഅദ്ദിൻ മാഷിറ വിളിച്ചു. ഇമാമ മിമ്പറയിൽ കയറി സലാം പറഞ്ഞു ശേഷം ഇരുന്നു. മുഅദ്ദിൻ വീണ്ടും അദാൻ മുഴക്കി. ശേഷം ഹത്തീബ് അറബിയിൽ 2 ഖുതുബ നിർവഹിച്ചു. അപ്പോൾ ജുമുഅക്ക് 2 അദാനുണ്ടെന്ന് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ അദാന് എപ്പോഴാണ്? ളുഹർ ബാങ്കിൻ്റെ സമയത്തുള്ള സാധാരണ അദാന്, ളുഹർ നിസ്കാരത്തിന് വേണ്ടിയിട്ട് അദാൻ വിളിക്കുന്ന അതാണ് ആദ്യത്തെ അദാന്. പിന്നെ രണ്ടാമത്തത് എപ്പോഴാണ്? മുഅദ്ദിൻ മാഷിറ വിളിച്ച് ഇമാമ മിമ്പറയിൽ കയറി സലാം പറഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ അദാന്. മനസ്സിലാക്കുക. അദാനിന് ശേഷം അറബിയിൽ ഖുതുബ നിർവഹിച്ചു. ഖുതുബ അറബിയിൽ തന്നെ ആകേണ്ടതുണ്ടോ ഉപ്പ? ജുമുഅ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അബൂബക്കർ ചോദിച്ചു. ഉപ്പ: അതെ. അറബിയല്ലാത്ത ഒരു ഭാഷയിലും അത് നിർവഹിക്കാൻ പാടില്ല. ജുമുഅ നിസ്കാരത്തിന് മുമ്പ് അറബിയിൽ 2 ഖുതുബ നിർവഹിക്കൽ ജുമുഅയുടെ ഷർത്താണ്. അപ്പോൾ എത്ര ഖുതുബ ഉണ്ട്? 2 ഖുതുബ ഉണ്ട്. നിസ്കാരത്തിന് മുമ്പ് 2 ഖുതുബ നിർവഹിക്കൽ ജുമുഅയുടെ ഷർത്താണ്. നിസ്കാരം പോലെ ഒരു ഇബാദത്താണ് ഖുതുബ. വിട്ടഭാഗം പൂരിപ്പിക്കാൻ വരും. നിസ്കാരം പോലെ ഒരു ഇബാദത്താണ് ഖുതുബ. അതിന് ഷർത്തുകളും റുക്നുകളും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മുൻകഴിഞ്ഞ മഹാന്മാരുമെല്ലാം അറബിയിൽ മാത്രമേ ഖുതുബ നിർവഹിച്ചിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങളും നിസ്കരിക്കുക. ഇതിനു വിരുദ്ധമായി പ്രവർത്തിക്കൽ ബിദ്അത്തും ളലാലത്തുമാണ്. ഖുതുബയെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണത്. ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. അപ്പോൾ അറബിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മുൻകഴിഞ്ഞ മഹാന്മാരൊക്കെ ഖുതുബ നിർവഹിച്ചത്. അപ്പോൾ അതുപോലെ അറബിയിൽ തന്നെ ആയിരിക്കണം ഖുതുബ. അറബി അല്ലാത്തൊരു ഭാഷയിലും ഖുതുബ നിർവഹിക്കാൻ പാടില്ല. മനസ്സിലാക്കുക. അബൂബക്കർ: ഏതൊക്കെയാണ് ഖുതുബയുടെ ഷർത്തുകൾ ഉപ്പ? ഖുതുബയുടെ 8 ഷർത്തുകൾ ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? ളുഹറിൻ്റെ സമയത്താവുക, അശുദ്ധിയിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാവുക, ഔറത്ത് മറക്കുക, നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക, അറബി ഭാഷയിലാവുക, ജുമുഅ ശരിയാവാൻ പരിഗണിക്കപ്പെടുന്ന 40 ആളുകൾ കേൾക്കാൻ വിധത്തിലാവുക, 2 ഖുതുബക്കിടയിൽ ഇരിക്കുക, 2 ഖുതുബക്കിടയിലും ഖുതുബയുടെ അർക്കാനുകൾക്കിടയിലും ഖുതുബക്കും നിസ്കാരത്തിനുമിടയിലും മുവാലാത്തുണ്ടാവുക. അതായത് അതിൻ്റെയൊക്കെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവുക. 2 ഖുതുബക്കിടയിലും ഖുതുബയുടെ അർക്കാനുകൾക്കിടയിലും
ഹുതുബക്കും നിസ്കാരത്തിനും ഇടയിലൊക്കെ എന്താണ് മുവാലാത്ത് ഉണ്ടാവുക, ഒരു ഗ്യാപ്പ് ഉണ്ടാവണം, തുടരെ അത് പറഞ്ഞു പോകാൻ പാടില്ല എന്നാണ് അവിടെ. അപ്പോൾ മനസ്സിലാക്കുക, ഹുതുബയുടെ ഷർത്തുകൾ 8 എണ്ണമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. പിന്നെന്താണ്, ഏതൊക്കെയാണ് ഹുതുബയുടെ റുക്കിന് ഹുതുബ ശരിയാവാൻ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. ഹുതുബക്ക് 5 റുക്കിനുകളുണ്ട്. ഹുതുബക്ക് 5 റുക്കിനുകൾ. ഒന്ന് എന്താണ്, അല്ലാഹു തആലയെ സ്തുതിക്കുക. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. 3 അല്ലാഹു തആലക്ക് തഖ്വ ചെയ്ത് ജീവിക്കാൻ ഉപദേശിക്കുക. ഈ 3 കാര്യങ്ങൾ 2 ഹുതുബയിൽ നിർബന്ധമാണ്. അതായത് ഒന്നാമത്തെ ഹുതുബയിലും രണ്ടാമത്തെ ഹുതുബയിലും നിർബന്ധമാണ്. ഏതൊക്കെ? അല്ലാഹു തആലയെ സ്തുതിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലലും അല്ലാഹു തആലക്ക് തഖ്വ ചെയ്ത് ജീവിക്കാൻ ഉപദേശിക്കലും 2 ഹുതുബയിൽ നിർബന്ധമാണ്. പിന്നെന്താണ്, രണ്ടാലൊരു ഹുതുബയിൽ പൂർണ്ണ ആശയമുള്ള ഒരു ആയത്ത് ഓതുക. ഇത് 1-ാം ഹുതുബയിലാവലാണ് ഉത്തമം. പൂർണ്ണ ആശയമുള്ള ഒരു ആയത്ത് ഓതുക എന്താണ്, 1-ാം ഹുതുബയിലാവലാണ് ഉത്തമം. രണ്ടാലൊരു ഹുതുബയിൽ പൂർണ്ണ ആശയമുള്ള ഒരു ആയത്ത് ഓതലാണ്. അത് 1-ാം ഹുതുബയിലാവലാണ് ഏറ്റവും ഉത്തമം. മനസ്സിലാക്കുക. 5-ാമത്തെ എന്താ പറയുന്നത്, 2-ാം ഹുതുബയിൽ മുഅ്മിനീങ്ങൾക്ക് ദുആ ചെയ്യുക. 2-ാം ഹുതുബയിൽ മുഅ്മിനീങ്ങൾക്ക് ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും മഹാന്മാരുടെയും പാത പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കുക. ജുമയുടെ ഷർത്തുകളും റുക്കുനുകളും. ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ ജുമ ശരിയാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ റുക്കുനുകൾ എന്ന് പറഞ്ഞാൽ ഖുതുബ ശരിയാവാന്നാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഷർത്തുകൾ. അവിടെ 40 ആളുകൾ ഉണ്ടാവണം, അതൊക്കെ അതിൻ്റെ ഷർത്തുകളാണ്. പിന്നെ ളുഹറിൻ്റെ സമയത്താവണം, ഔറത്ത് മറയ്ക്കണം, അതൊക്കെ ഷർത്തുകളാണ്. പിന്നെ ഖുതുബ തുടങ്ങിയാൽ അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതുമാണ് റുക്കുനുകൾ. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കുക. ഇനി നഖ്റഉ വ നഫ്ഹം എന്താണ് വായിച്ച് മനസ്സിലാക്കുക. ബിദ്അത്ത് പറഞ്ഞാൽ ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത പുത്തനാശയം, പുതിയ ആശയങ്ങളൊക്കെ കൊണ്ടുവരുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. നമുക്ക് ദഫ്തർ തോലിബ് നോക്കാം. നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഖുതുബക്ക് എത്ര റുക്കുനുകളുണ്ട്? ഖുതുബക്ക് 5 റുക്കുനുകളാണുള്ളത്. ഖുതുബക്ക് 5 റുക്കുനുകളുണ്ട്. അപ്പോൾ അവിടെ നോക്കി അത് എഴുതുക. പിന്നെന്താണ്, 2 ഖുതുബയിലും നിർബന്ധമായ റുക്കുനുകൾ ഏതല്ല? 3 കാര്യങ്ങൾ 2 ഖുതുബയിലും നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതെല്ലാമാണെന്നാണ്. അപ്പോൾ ഇവിടെ 5 ഖുതുബക്ക് 5 റുക്കുനുകളുണ്ടെന്ന് ഒന്നാമത്തത് എഴുതുക. പിന്നെ 2 ഖുതുബയിലും നിർബന്ധമുള്ള അല്ലാഹു തആലയെ സ്തുതിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, അല്ലാഹു തആലക്ക് തഖ്വ ചെയ്ത് ജീവിക്കാൻ ഉപദേശിക്കുക. ഈ 3 കാര്യങ്ങൾ 2 ഖുതുബയിലും നിർബന്ധമാണ്. അത് എഴുതുക. 2-ാം ഖുതുബയിൽ മാത്രമുള്ള റുക്കുൻ ഏത്? 2-ാം ഖുതുബയിൽ മാത്രമുള്ള റുക്കുൻ ഏതാണ്? മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യലാണ്. 2-ാം ഖുതുബയിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, അതാണ് 2-ാം ഖുതുബയിൽ മാത്രമുള്ളത്. പിന്നെ പൂർണ്ണ ആശയമുള്ള ആയത്തോതൽ രണ്ടാലും ഏതെങ്കിലും ഒരു ഖുതുബയിലാവാം, 1-ാമത്തേലാവലാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2-ാം ഖുതുബയിലുള്ളത് മുഅ്മിനീങ്ങൾക്ക് ദുആ ചെയ്യൽ മാത്രമാണ്. അടുത്ത എന്താ പറയുന്നത്, 2-ാലൊരു ഖുതുബയിൽ ചൊല്ലേണ്ട റുക്കിന് ഏത്? 2-ാലൊരു ഖുതുബയിൽ പൂർണ്ണ ആശയമുള്ള ഒരു ആയത്തോതുക. പൂർണ്ണ ആശയമുള്ള ഒരായത്തോതുക, ഇതാണ് 2-ാലൊരു ഖുതുബയിൽ ചെയ്യേണ്ടത്. അത് 1-ാമത്തേലാവലാണ് ഉത്തമം. അതും കൂടി ചേർക്കാം. ഖുതുബ എത്ര പേരെ കേൾപ്പിക്കണം? ഖുതുബ ശരിയാവാൻ പരിഗണിക്കപ്പെടുന്ന 40 ആളുകൾ കേൾക്കുന്ന വിധത്തിലായിരിക്കണം. 40 ആളുകൾ കേൾക്കുന്ന വിധത്തിലായിരിക്കണം. അടുത്തത്, ഖുതുബ ഏത് ഭാഷയിലായിരിക്കണം? ഖുതുബ അറബി ഭാഷയിലായിരിക്കണം. അറബി ഭാഷയിലായിരിക്കണം. ഇവിടെ പറഞ്ഞു, അറബി അല്ലാത്ത ഒരു ഭാഷയിലും അത് നിർവഹിക്കാൻ പാടില്ല. അപ്പോൾ ഖുതുബ അറബിയിലായിരിക്കണം.
അടുത്തത് ജുമുഅയുടെ ഖുതുബ നിർവഹിക്കേണ്ടത് എപ്പോഴാണ്? ജുമുഅ നിസ്കാരത്തിൻ്റെ മുമ്പ് അറബിയിൽ 2 ഖുതുബ നിർവഹിക്കണം. മനസ്സിലാക്കിയതാ? ജുമുഅ നിസ്കാരത്തിൻ്റെ മുമ്പ് അറബിയിൽ 2 ഖുതുബ നിർവഹിക്കണം. ഖുതുബ നിർവഹിക്കേണ്ടത് എപ്പോൾ എന്നാണ്. അപ്പോൾ ജുമുഅ നിസ്കാരത്തിന് മുമ്പാണ് അറബിയിൽ 2 ഖുതുബ നിർവഹിക്കണം. അടുത്തെന്താണ്? ഖുതുബ നിർവഹിക്കാതെ ജുമുഅ സ്വഹിയാവുകയില്ല. എന്തുകൊണ്ടാണ്? ജുമുഅ നിസ്കാരത്തിന് മുമ്പ് അറബിയിൽ 2 ഖുതുബ നിർവഹിക്കൽ ജുമുഅയുടെ ഷർത്താണ്. ഷർത്തുകൾ പാലിച്ചെങ്കിലേ ജുമുഅ ശരിയാവുകയുള്ളൂ. അപ്പം അത് മനസ്സിലാക്കുക. നിസ്കാരം പോലെ ഒരു ഇബാദത്താണ് ഖുതുബയും. നിസ്കാരം പോലെ ഒരു ഇബാദത്താണ് ഖുതുബയും. അപ്പോൾ അവിടെ ഷർത്തുകളും റുക്കുനുകളൊക്കെ പാലിച്ച് ഖുതുബ ശരിയായാലാണ് ജുമുഅ ശരിയാവുകയുള്ളൂ. മനസ്സിലാക്കുക. അപ്പോൾ ഇല്ലാതെ ജുമുഅ സ്വഹിഹാവുകയില്ല. നിസ്കാരം പോലെ ഒരു ഇബാദത്താണ് ഖുതുബ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ ഉൾപ്പെടുത്തി എഴുതുക. അടുത്തെന്താണ്? ജുമുഅ ഖുതുബ അറബിയിൽ മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ. കാരണം എന്താണ്? നുബയ്യിന് കാരണം എഴുതണം. എന്താണ്? ഇവിടുന്ന് എഴുതാം. നിസ്കാരം പോലെ ഒരു ഇബാദത്താണ് ഖുതുബ. അതിന് ഷർത്തുകളും റുക്കുനുകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മുൻ കഴിഞ്ഞ മഹാന്മാരുമെല്ലാം അറബിയിൽ മാത്രമേ ഖുതുബ നിർവഹിച്ചിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കൽ ബിദ്അത്തും ളലാലത്തുമാണ്. അപ്പോൾ അത് ഖുതുബ അറബിയിൽ മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ എന്നതിൻ്റെത് എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അറബി ജുമുഅ ഖുതുബ എന്നതിനെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ എക്സാമിൻ്റെ അവസാനത്തിൽ വരും. അപ്പോൾ അതൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ഖുതുബയുടെ ഷർത്തുകളും ഖുതുബയുടെ റുക്കുനുകളും ഒക്കെ മനസ്സിലാക്കുക. അതൊക്കെ ഇതുപോലെ വരാവുന്നതാണ്. അടുത്തത് പകർത്തി എഴുതാനാണ്. തക്വ അതുപോലെ എഴുതാ. ഖുതുബ, ദിക്റുല്ല, ലുഅത്തുൽ അറബിയ എഴുതാ. ഖതീബുൻ, മുഅ്മിനൂന, തൗഫീഖുൻ, വസിയ്യത്തുൻ. അപ്പോൾ അതൊക്കെ വായിച്ചതുപോലെ പകർത്തി എഴുതാ. ഇനി നസ്ലി യോജിച്ച് ചേർക്കാനാണ്. എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താണ്? അല്ലാഹു തആലയെ സ്തുതിക്കലാണ്. ഖുതുബയിൽ അല്ലാഹു തആലയെ സ്തുതിക്കൽ അതാണ്. അപ്പോൾ അതിൻ്റെ ഡി നമുക്ക് അവിടെ എഴുതാം. അടുത്തത് എന്താ? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചൊല്ല്. അപ്പം അതിൻ്റെ നമുക്കവിടെ എഴുതാം. അടുത്തതാ? അയ്യുഹന്നാസ് യൂസീക്കും ബിത്തഖ്വല്ല. എന്താണ്? തഖ്വ ചെയ്ത് ജീവിക്കാൻ ഉപദേശിക്കുക. അപ്പം അതിൻ്റെ എഴുതാം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. എന്താണ്? പൂർണ്ണ ആശയമുള്ള ആയത്ത് ഓതൽ. അപ്പം അതിൻ്റെ ബി നമുക്കവിടെ എഴുതാം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. മുഅ്മിനീങ്ങൾക്ക് ദുആ ചെയ്യൽ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. മുഅ്മിനീങ്ങൾക്ക് ദുആ ചെയ്യൽ. അപ്പോൾ ഇത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. മാച്ച് ചെയ്യാനും ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനും ഇത് തന്നിട്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനീൻ. എന്താണ്? മുഅ്മിനീങ്ങൾക്ക് ദുആ ചെയ്യലാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ഖുതുബയുടെ ഷർത്തുകൾ നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കൽ ഖുതുബയുടെ ഷർത്താണോ റുക്കിനാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം. അത് റുക്കിനാണ്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തൽ ഖുതുബയുടെ എന്താണ്? ഖുതുബയുടെ ഷർത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ഈ പാഠത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.